ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബാർകോഴ വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. സമര പരിപാടികളിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കാൻ UDF ഏകോപന സമിതി തിരുവനന്തപുരത്ത് ചേരും. ആരോപണങ്ങൾ ചർച്ചയായതോടെ മദ്യനയത്തിലെ ഇളവുകളിൽ പുനരാലോചനയ്ക്കൊരുങ്ങുകയാണ് സർക്കാർ. അതിനിടെ മന്ത്രി MB രാജേഷ് വിദേശയാത്രയിലാണ്. വിയന്നയിലേക്കാണ് മന്ത്രി കുടുംബസമേതം യാത്ര പോയത്. അല്ലമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം എത്തുന്നു. വീണ്ടും അല്ലമീൻ, വെൽക്കം ബാക്ക്. മഴ തുടങ്ങിയോ? മഴ തുടങ്ങി സുജ. നേരത്തെ കുടയില്ലാതെ റിപ്പോർട്ട് ചെയ്തപ്പോൾ കുട ചൂടി മഴയ്ക്ക് കീഴിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. കുറേ നേരം മഴയില്ലായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഇടവിട്ട മഴയാണ്. അങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുകയാണ്. മഴ ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഈ ബാർകോഴ വിവാദം അത് ഇങ്ങനെ പെയ്തും പോയും നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കുമോ? പ്രത്യേകിച്ച് മന്ത്രി ഇവിടെയില്ല, മന്ത്രി ടൂറിലാണ്. അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പ്രത്യേകിച്ച് ഈ ആരോപണം നിഷേധിച്ച് ബാർ ഉടമകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. സർക്കാരും ഒരു നിയമ നടപടി എന്ന രീതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് മന്ത്രി നേരിട്ട് തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ വിട്ടുകളയാൻ ഏതായാലും പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വേള UDFനെ ബാർകോഴ ആരോപണത്തിൽ കുടുക്കിയ LDFനെ അതേ വജ്രായുധം ഉപയോഗിച്ച് ഒന്ന് പ്രതിസന്ധിയിലാക്കാനാകുമോ എന്നുള്ളത് തന്നെയാണ് UDF കാര്യമായി ആലോചിക്കുന്നത്. അത് ഏത് വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ആരോപണത്തെ, ഈ വിവാദത്തെ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിനും UDFന്റെ ഏകോപന സമിതി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരുകയും ചെയ്യും. ഇതിൽ ഭരണപക്ഷത്തിന്റെ പ്രതിരോധം, അതോടൊപ്പം തന്നെ മന്ത്രി അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയത്, ഇതൊക്കെ ഒരു പുകമറയാണ്. വെറും കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമായിട്ടാണ് അതിനെയൊക്കെ പ്രതിപക്ഷം കാണുന്നത്. അതുകൊണ്ട് അതിനെയൊന്നും മുഖവിലേക്കെടുക്കാൻ തങ്ങളില്ല എന്നുള്ളതാണ് കൃത്യമായി സൂചിപ്പിക്കുന്നത്. മറ്റൊന്നും കൂടിയുള്ളത്, ഈ അസോസിയേഷൻ്റെ, ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം സ്വദേശി സുനിൽകുമാറാണ്. അദ്ദേഹം ഈ ഇടതുപക്ഷ മുന്നണിയുമായിട്ട് CPM-ഉമായിട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പാർട്ടി പശ്ചാത്തലമുള്ള ഒരാൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ബിനോയ് ജോസഫ് കേരള ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗത്തെ പ്രതികരിച്ച് മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഈ വിഷയം ഇടതുമുന്നണിയിലേക്ക്, മന്ത്രിയിലേക്ക്, ഒപ്പം മുഖ്യമന്ത്രിയിലൊക്കെ കേന്ദ്രീകരിക്കുന്നതിനും കൊണ്ട് കിട്ടുന്നതിനുമാണ് UDF ആലോചിക്കുന്നത്. ആ തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. യുവജന സംഘടനകൾ ഇന്ന് മുതൽ തന്നെ തെരുവുകൾ കീഴടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് ഏതൊക്കെ തരത്തിൽ മുന്നണി പിന്തുണയ്ക്കണമെന്ന കാര്യമാണ് പ്രധാനമായും യോഗം ആലോചിക്കുക. അതോടൊപ്പം വരാനിരിക്കുന്ന സഭാ സമ്മേളനത്തിൽ ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കണമെന്നതും കാര്യമായി തന്നെ മുന്നണി നേതൃയോഗം ആലോചിക്കുന്നുണ്ട്. ഒപ്പം ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. IT പാർക്കുകളിൽ ബാറുകൾ കൊണ്ടുവരാനുള്ള നീക്കം, ഇതിനെയൊക്കെ കാര്യമായി തന്നെ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ആലോചന തന്നെയാണ് പ്രതിപക്ഷം നടത്തുന്നത്. പക്ഷേ അതിനെ മുഖവിലേക്കെടുക്കാതെ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകാൻ CPM-ഉം തയ്യാറെടുക്കുകയാണ്. കാരണം ഈ ഒരു ആരോപണം അത് സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നം മാത്രമായി സർക്കാരിന് ഒരു റോളുമില്ല, മന്ത്രിക്ക് ഇതിലൊരു പങ്കുമില്ല. അത്തരത്തിൽ പണം ആവശ്യപ്പെടുകയോ കോഴ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ കൈകൾ ശുദ്ധമായതുകൊണ്ടും മടിയിൽ കനമില്ലാത്തത് കൊണ്ടുമാണ് മന്ത്രി നേരിട്ട് തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടത് എന്ന രീതിയിൽ ഒരു പ്രതിരോധമായിരിക്കും ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയും CPM-ഉം തീർക്കുക. മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ചയാൾ പിന്നീട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതൊക്കെ ചൂണ്ടിക്കാണിച്ചൊരു പ്രതിരോധം ഏതായാലും CPM-ഉം ഉയർത്തും. ഏതായാലും CPM ഇത് പുറമേ സ്മോളാണെന്ന് പറയുമ്പോഴും, ചെറിയ കാര്യമാണെന്ന് പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ അതൃപ്തി എന്ന് പറയുമ്പോൾ പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. മദ്യനയം പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിൽ ഇളവുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകളിലേക്ക് പാർട്ടിയും മുന്നണിയും ഒക്കെ കടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം. അടുത്ത മാസം എക്സൈസ് മന്ത്രി തന്നെ ബാറുടമകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടൊരു യോഗം തീരുമാനിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒക്കെയാണ് ഈ ശബ്ദരേഖ പുറത്തു വന്ന് ആകെ വെട്ടിലാകുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായും അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടതുപക്ഷം തീരുമാനിക്കുക. ഏതായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സജീവമായി തന്നെ ഉണ്ടാകും. പക്ഷേ ഈ ഉന്നയിച്ച ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള തെളിവുകൾ, കാരണം ഇത് പുറത്തു വന്നത് ഈ ബാർ ഉടമകൾക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തിയും അമർഷവും ഈ വിഷയത്തിലുണ്ട്. ഈ ഫീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട, ഇളവുകൾ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയുടെയൊക്കെ തുടർച്ചയായിട്ടാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ഏതായാലും ഈ സർക്കാരും ഈ നീക്കത്തിൽ, അതായത് ബാറുടമകളുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഈ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നുള്ളതും അതുപോലെ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്നുള്ളതും. ഏതാണ്ട് അത് നടക്കും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ അതിലൊരു പുനരാലോചനയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാതെ വന്നാൽ ഇനി കൂടുതൽ തുറന്നു പറച്ചിലുകൾക്ക് ബാറുടമകൾ തയ്യാറാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ തവണ KM മാണിക്കെതിരെ ബിജു രമേശ് വലിയ തുറന്നു പറച്ചിലുകൾ നടത്തിയത്, ആരോപണം ഉന്നയിച്ചത്. അത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലക്കുന്നൊരു നിലയിലേക്ക് വാർത്തകളിലേക്ക് പോകണം. ഇതിൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പ്രതിഷേധിക്കാനുള്ള മെറ്റീരിയൽ അത് കോൺഗ്രസിന്റെയും UDF-ന്റെയും കയ്യിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രധാനമായും നിൽക്കുന്നുണ്ട്. ഒരു ശബ്ദരേഖയിൽ പിടിച്ച് എത്ര മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഈ സമയത്തെ പ്രധാനപ്പെട്ട ചോദ്യം.